പൃഥ്വിരാജ് എന്താ പറയാ, അതിപ്പോ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് പറയുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്ക് അറിയാം. മൂവി ഇൻഡസ്ട്രിയിൽ സിദ്ദിഖേട്ടൻ കഴിഞ്ഞാൽ, അത് ഞാൻ പൃഥ്വിരാജും പറഞ്ഞിട്ടുണ്ട്, എന്റെ മനസ്സിൽ ഏറ്റവും ഡിയർ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരാളാണ്. എംപുരാനെ പടം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പെട്ടി ലോക്ക് ചെയ്യാൻ നേരത്ത് ഒരു പാട്ടും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ ഇത് എവിടെ കൊള്ളിക്കാനാ, അതാ എൻ ടൈറ്റിൽസിൽ വരാനുള്ള ഒരു പാട്ടാണ്. വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ കരളയിൽ കൂടെ പരിചയപ്പെടുന്ന ഒരു കഥാപാത്രം. ആരും പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ക്യാരക്ടർ. വിനീതിന്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വിനീതിന്റെ ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മറുപടികളിൽ. സുഷിൻ ഷാ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അനിയനിൽ കാണുന്ന എല്ലാ ചാട്ടമ്പിത്തരവും കണ്ട രണ്ടാമത്തെ വ്യക്തിയാണ് സുഷിൻ. ഡബ്സിയുടെ ഒരു ഇഷ്യൂ ഇന്റർനെറ്റിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ അധികം ഒന്നും ആളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ആള് ചിലപ്പോ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് എന്നെ കംപ്ലീറ്റ് മാറ്റി എഴുതിച്ച ഒരു വ്യക്തിയാണ്. വന്ന് വെരി ഡൗൺ ടു എർത്ത്, വെരി ലവിങ്, വെരി അഫെക്ഷനേറ്റ്. അസങ്കിളിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹം ഒരു സിംഗർ ആയിട്ടല്ല ഞാൻ കാണുന്നത്, ഒരു വഴികാട്ടിയായിട്ടാണ്. ദിലീപേട്ടന് എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന പാട്ടിൽ പുള്ളിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര മോഡേൺ ആയി പോവും. കാരണം പുള്ളിക്ക് കുറച്ച് നാടൻ അപ്പൊ ഈ മോഡേൺ ആവുമോ എന്നുള്ള ടെൻഷനിൽ ഇത് കേട്ട് കഴിഞ്ഞ പുള്ളി പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ. അത് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കും, ഇത് ഓക്കെ. മറക്കാൻ പാടില്ലാത്തൊരു സംഭവമുള്ള ആ പാട്ടിന്റെ പൈസ എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന്റെ പ്രൊഡ്യൂസർ പടം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പം അങ്ങനത്തെ ഒരു പാട്ടിന്റെ ആവശ്യം എന്താണ് ആ പടത്തില്, ഞെട്ടിച്ചു കളഞ്ഞ ഒരു ഹിറ്റ് വേൽമുരുക തന്നെയാണ്. അത് ഞാൻ ഇപ്പോഴും ബിലീവ് ചെയ്യുന്നത് there is some extraordinary power playing behind വേൽമുരുക. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. പാഴ്ചെടികൾ വേരോടെടുത്ത് കളയണമെങ്കിൽ അത് വേരുറയ്ക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യണം. വേരുറച്ച് പടർന്നു പന്തലിച്ചതിന് ശേഷം എടുത്തു കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് മുളയിലെ തന്നെ നുള്ളുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ശീലങ്ങളും നമ്മുടെ ചിന്തകളും. നമ്മുടെ ജീവിതത്തിന്റെ നല്ല കാഴ്ചകളുമായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് മാന്യ പ്രേക്ഷകർ കാണുന്നത്. അതായത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ സീസൺ 2ന്റെ ലാസ്റ്റ് എപ്പിസോഡ് എന്ന് തന്നെ പറയാം. ഈ മനോഹരമായ രണ്ടാമത്തെ സീസൺ ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന അതിഥി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ചു കൊണ്ടേയിരിക്കുന്ന, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രശസ്തനായ മ്യൂസിക് ഡയറക്ടർ ശ്രീ ദീപക് ദേവ്. വെൽക്കം ടു ദ ഷോ. സുഖം. ഞങ്ങൾ ഈ സീസൺ 2 ഇന്നിപ്പോ അവസാനിപ്പിക്കുമ്പോ എന്താണെന്നറിയോ, അതങ്ങ് പാട്ടിന്റെ പാലാഴിയായിട്ട് ഫുൾ പാട്ടുകളോടെ അങ്ങ് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സീസൺ ഇന്നത്തെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പാട്ടിനെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ പറയണമെങ്കിൽ, അല്ലെങ്കിൽ പാട്ടിനെ ഇപ്പോഴിപ്പം വരുന്ന ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടല്ലേ, ഗായകരെ മുട്ടിട്ട് നടക്കാൻ വയ്യ, മ്യൂസിക് ഡയറക്ടേഴ്സിനെ മുട്ടിട്ട് നടക്കാൻ വയ്യ, ഒരുപാട് ആൾക്കാരാണ്. പക്ഷേ ഒരുപാട് ആൾക്കാരിലല്ല, അതിൽ നല്ല ക്രീമി ആയിട്ടുള്ള, അതിൽ നമുക്ക് ഏറ്റവും നല്ല എസൻസോട് കൂടി നല്ല നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ദീപകേട്ടൻ. ദീപകേട്ടന്റെ ഈ ലൈഫ് എന്ന് പറയുന്നത്, ഈ സ്റ്റേറ്റ്മെന്റ്, ഇതിനോട് എത്രത്തോളം ദീപകേട്ടൻ യോജിക്കുന്നു? എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് ലൈഫ്? ലൈഫ് ഇസ് ഡെഫിനറ്റ്ലി ബ്യൂട്ടിഫുൾ. അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമ്മൾ കാണുമ്പോഴാണ് അത് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പൊ നമ്മള് എല്ലാ മൊമെന്റ്സും എല്ലാത്തിലും ഒരു ബ്യൂട്ടി കണ്ടെത്തുമ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പൊ എത്രയാന്ന് പറഞ്ഞാലും ലൈഫിനെ എത്രത്തോളം ബ്യൂട്ടിഫൈ ചെയ്യാൻ നമ്മൾ നോക്കിയാലും നമ്മൾ വിചാരിക്കാതെ ചില സമയത്ത് നമ്മൾ ക്ഷണിക്കാതെ തന്നെ ചില വേണ്ടാത്ത കുറച്ച് സംഭവങ്ങൾ വരും, നമുക്ക് സങ്കടങ്ങൾ വരും, വേണ്ടാത്ത കുറച്ച് ഇറിറ്റേഷൻസ് വരും, അല്ലേ? അപ്പൊ ആ ഒരു സംഭവങ്ങളെ തരണം ചെയ്യുന്നത് എങ്ങനെയാ ദീപകേട്ടൻ? ആ സംഭവങ്ങൾ വരുന്ന സമയത്തും അതും ഇനി അങ്ങോട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വരാനുള്ള ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഈ സംഭവങ്ങൾ ഇപ്പൊ നടക്കുകയാണെന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. അല്ലാതെ ഇതിനെ മാത്രം നമ്മൾ സ്പോട്ട്ലൈറ്റ് ഇട്ട് ഇതിലെ പ്രശ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലാക്കിയ പറ്റിയത് അതാണ്. എന്റെ ഒരു ലിമിറ്റഡ് എക്സ്പീരിയൻസിൽ പലപ്പോഴും നമ്മൾ ഒരു പ്രശ്നത്തിനെ കൂടുതൽ ആ പ്രശ്നത്തിനെ ഫോക്കസ് ചെയ്യുമ്പം ആ പ്രശ്നം കൂടുകയുള്ളൂ. നമ്മളുടെ ചിന്ത കംപ്ലീറ്റ് ആ പ്രശ്നത്തിലേക്കാണ്. നേരെ മറിച്ച് നമ്മൾ
ഇതിപ്പോ ഇത് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും വലിയ ഭീകര പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇപ്പോഴേ പറ്റിയല്ലോ എന്ന് ചിന്തിക്കുമ്പം അപ്പൊ പിന്നെ ഈ പ്രശ്നം ഇപ്പൊ നടന്ന എത്ര നന്നായി. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഡോർ തുറന്ന് വന്ന് കേറുമ്പോ അതിന് ഇത്ര പോസിറ്റീവായിട്ട് അതിനെ ഡീൽ ചെയ്യാൻ പറ്റാറുണ്ട് എപ്പോഴും. ആദ്യം പറ്റിയിരുന്നില്ല. പിന്നെ ലൈഫ് തന്നെ നമ്മളെ പല എക്സ്പീരിയൻസിലൂടെ പഠിപ്പിച്ചു. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയണെങ്കിൽ ഇപ്പൊ എന്റെ രീതിയിൽ മ്യൂസിക്കലായിട്ട് പറയണെങ്കിൽ ചില സമയത്ത് ചില പ്രോജക്ട്സ് ഒരേ സമയത്ത് 2 നല്ല പ്രോജക്ട്സ് വരും. വലിയ പ്രോജക്ട്സ്, നല്ല പ്രോജക്ട്സ് ആവണമെന്നില്ല, വലിയ പ്രോജക്ട്സ്. അപ്പൊ നമ്മള് വലിയൊരു ചോയ്സ് എടുക്കേണ്ടി വരുമ്പം നമ്മളുടെ വാക്കിന് കൂടുതലും ഇമ്പോർട്ടൻസ് എത്തിക്കലി കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ചിലപ്പം തമ്മിൽ ചെറുതായിരിക്കും ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. കാരണം അത് ആദ്യം കൊടുത്ത വാക്കാണ്. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ആ സമയത്ത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു മൊമെന്റ് ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുവോ എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും പിന്നെ ഞാൻ വിചാരിക്കും വാക്കാണ് അവിടെ ഇമ്പോർട്ടന്റ്, എത്തിക്സ് വിടരുത്. അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേത് ഇറങ്ങുമ്പം ചിലപ്പോൾ ബോംബായിരിക്കും. ഈ ചെറുതാന്ന് വിചാരിച്ച് ചെയ്ത സംഭവം ഭയങ്കര സംഭവം. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ സമയത്ത് ഇങ്ങനെ ചിന്തിച്ച് ഇതെടുത്ത് അപ്പൊ ശരിയെന്ന് തോന്നിയത് ഇത് ചെയ്തു. അപ്പൊ നമ്മള് ഡെഫിനറ്റ്ലി ആ ലോസ് എന്ന് പറഞ്ഞൊരു സംഭവം പിന്നെ ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയി വന്നു. അത് പൊളിഞ്ഞോണ്ടല്ല, ഇത് രക്ഷപ്പെട്ടു. മനസ്സിലായി. സെഗ്മെന്റ് എന്ന് പറയുന്നത് പാട്ടിന്റെ കൂട്ടുകാർ. അതായത് ഞാനിപ്പം കുറച്ച് പേരുടെ പേരുകൾ പറയും. അവരുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച്, നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം, ആ വന്ന വഴി, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയണം. ഓക്കെ, ഫസ്റ്റ് വിനീത് ശ്രീനിവാസൻ. വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ കരളയിൽ കൂടെ പരിചയപ്പെടുന്ന ഒരു കഥാപാത്രം. അതന്ന് അച്ഛനെ കാണാൻ വന്ന മോൻ ഇതിന്റെ കമ്പോസിങ്ങിന്റെ സമയത്ത് അച്ഛൻ സ്ക്രിപ്റ്റ് എഴുതുകയാണല്ലോ. അപ്പൊ അച്ഛന് ജസ്റ്റ് അത് വഴി വന്നപ്പം അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വന്നപ്പം റോഷൻ പരിചയപ്പെടുത്തി തന്നു. ഈ ചെയ്ത പാട്ടുകളെല്ലാം കേട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ തുടങ്ങിയ ഒരു ബന്ധം. അവിടെ വെച്ച് വെറുതെ ഒന്ന് പാടി നോക്ക് എന്ന് പറഞ്ഞിട്ട് കരളെ പാടിയപ്പം ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് വിനീത് എന്ന് പറയുന്ന ഒരു പാട്ടുകാരന്റെ അത്രയും തന്നെ ഇഷ്ടമാണ് വിനീത് എന്ന് പറയുന്ന ഒരു ആളെ. വിനീതിനെ ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഇല്ല. വിനീതിനെ ഞാൻ വിനീതിന്റെ അടുത്തും പറയും ഭയങ്കര ഡിപ്ലോമസിയുടെ ആളാണ്. പിന്നെ ഏത് ക്രൗഡിലും വിനീതിന്റേതായിട്ടുള്ള രീതിയിൽ അത് ഒതുങ്ങി പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ആരും പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ്. വിനീതിന്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വിനീതിന്റെ ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മറുപടികളിൽ. അത് ഒരു വട്ടം ഉണ്ടായതാണ്. ആരാ പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല. വേറൊരു ആസ്പയറിംഗ് ആക്ടർ അല്ല, ഒരു പടത്തിൽ അഭിനയിച്ചു. അന്ന് വിനീതും ആദ്യത്തെ പടമാണ് അഭിനയിച്ചത്. അപ്പം അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എല്ലാം തുറന്നടിച്ച് പറയുമല്ലോ. ഇപ്പൊ നമ്മളുടെ വീട്ടിലൊരു ചെറിയൊരു ഗെറ്റ് ടുഗദറിന്റെ സമയത്ത് ഈ ഫ്രണ്ട് വിനീതിന്റെ അടുത്ത് പറഞ്ഞു, എടാ നിന്റെ ആ പടം ഞാൻ കണ്ടു, സൈക്കിൾ എന്ന് പറഞ്ഞത്, നീ എന്താണ് അഭിനയിച്ചിരിക്കുന്നത്, ഇതാണ് അഭിനയം എന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ ഈ പാവം ഇതൊക്കെ ഇങ്ങനെ കേട്ടിരുന്ന് ഉണ്ടാതിരുന്നു. അവൻ അഭിനയിച്ച പടം ഇറങ്ങിയിരുന്നു മറ്റവൻ. അപ്പൊ എനിക്ക് പറഞ്ഞു, എടാ നിന്റെ പടം അഭിനയിച്ച പടം ഇറങ്ങി, പക്ഷെ നിനക്ക് എന്നെ പറ്റി പറഞ്ഞത് മാതിരി എനിക്ക് നിന്നെ പറ്റി തിരിച്ചു പറയാൻ പറ്റില്ല. അപ്പൊ അവൻ പറഞ്ഞു അതെന്റെ അഭിനയത്തിന്റെ ഗുണം. അപ്പൊ അല്ല, അതിന്റെ തലേന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എഴുന്നേക്കാൻ ഉച്ച കഴിഞ്ഞു, പടം മാറിപ്പോയി, അതുകൊണ്ട് നിന്റെ പടം കാണാൻ പോലും എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല എന്ന്. അവര് നമ്മൾ ഈ തലേത്തെ പാർട്ടിയൊക്കെ പറയുമ്പോ നമ്മൾ അറിയുന്നില്ല ഇവൻ എങ്ങോട്ടാണ് പോകുന്നത്. പോയിട്ട് പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും നിന്റെ പടം മാറി, അന്ന് ഉച്ചയാവുമ്പോഴേക്കും. അതുപോലത്തെ പടത്തിലെ നീ അഭിനയിച്ചു, എന്നിട്ടാണ് എന്റെ അഭിനയത്തിനെ പറ്റി പറയുന്നത്. ഓക്കെ, ശരി. ഇനി അടുത്തത് സുഷിൻ ശ്യാം. സുഷിൻ ശ്യാം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അനിയനിൽ കാണുന്ന എല്ലാ ചട്ടമ്പിത്തരവും കണ്ട രണ്ടാമത്തെ വ്യക്തിയാണ് സുഷിൻ. ഇത് രണ്ടും ഒരേ വണ്ടിക്ക് കയറ്റി വിടേണ്ട ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണ്. ഫുൾ ഓഫ് എനർജി, ഫുൾ ഓഫ് സ്പാർക്ക്. പക്ഷെ ഈ പറഞ്ഞ മാതിരി കുരുത്തക്കേടെല്ലാം കയ്യിലുള്ള, എത്ര പറഞ്ഞാലും നന്നാവൂല. പക്ഷെ ഇപ്പൊ മാറിക്കാണും, ഇപ്പൊ വലുതായല്ലോ. ഞാൻ കാണുന്ന സമയത്തുള്ള സുഷിന്റെ കാര്യം, ഞാൻ 18-19 വയസ്സുള്ള സുഷിൻ, അന്ന് മുതലേ പരിചയമുള്ളതാണ്. ആ സമയത്തുള്ള സുഷിൻ. അപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും ഫുൾ ഓഫ് ചട്ടമ്പിത്തരം ഉള്ള ഒരുത്തൻ. ഓക്കെ, ശരി. സിത്താര ഞാൻ കാണുന്നതും ഒരു റിയാലിറ്റി ഷോയിലെ സിംഗറായിട്ടാണ്. അപ്പം അന്ന് ഞാൻ ജഡ്ജിയാണ്. ഞാൻ, ചിത്ര ചേച്ചി, ശരത്തേട്ടൻ, അത് ജാസി ഗിഫ്റ്റ്, ഒരു ജഡ്ജും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 3 പേരും ജഡ്ജ് ചെയ്യുന്ന സമയത്ത് കണ്ടസ്റ്റന്റ് ആയിട്ട് വന്ന് വെരി ബിഗിനിങ് സ്റ്റേജ് തൊട്ട് ഓരോ റൗണ്ട് പാടി ഇംപ്രൂവ്മെന്റ് വരുന്നു. ക്ലാസിക്കൽ സോങ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ
ഉള്ളൊരു കോൺഫിഡൻസ് കാണിക്കുന്നു. അങ്ങനെ ഒരു ഒരു ബേബി സ്റ്റേജിൽ നിന്നും വളർന്ന് ഇന്ന് മാറി ട്രാൻസ്ഫോംഡ് ആയിരിക്കുന്ന ഒരു സിത്താര. ഓക്കെ. ഗിരീഷ് പുത്തഞ്ചേരി. ഗിരീഷ് ഏട്ടൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഗിരീഷ് ഏട്ടൻ്റെ ഈ ഗിരീഷ് ഏട്ടനെ പറ്റിയിട്ട് പലതും പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്തത് ഇതിൽ പറയാൻ പറ്റാത്ത കോമഡികളാണ് പലതും ഗിരീഷ് ഏട്ടൻ്റെ കൂടെ സംഭവിച്ചിട്ടുള്ളത്. ആണോ? KS ചിത്ര. ചിത്ര ചേച്ചി വളരെ എന്താ പറയേണ്ടത്, അഫെക്ഷനേറ്റ് സംഭവം. ലോകത്തിന് മുഴുവൻ ലെജൻഡറി ചിത്ര ചേച്ചി ആണെങ്കിലും എനിക്ക് പലപ്പോഴും എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ആളായിട്ടാണ്. പിന്നെ ഇടക്ക് ഞാൻ ആദ്യം അവിടെ ചെന്നപ്പം എൻ്റെ ആദ്യത്തെ പടത്തിലെ ആദ്യത്തെ പാട്ട് പാടുന്നത് ചിത്ര ചേച്ചിയാണ്. കണ്ണിൽ നിലാവ്. അന്ന് വിളക്ക് കൊടുക്കുന്ന ചിത്ര ചേച്ചിയാണ് ആ പൂജ റെക്കോർഡിങ്. പിന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ മ്യൂസിക് ഡയറക്ടറായിട്ട് ഒരു ഓണപ്പാട്ട് ചെയ്യാൻ ചാൻസ് തന്നത് ചിത്ര ചേച്ചിയാണ്. അതും KS ചിത്രയുടെ ഓണപ്പാട്ടുകളുടെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ആരും അറിയാത്ത ഒരുത്തൻ, അങ്ങനെ ഒരുത്തനെ കോൺഫിഡന്റ് ആയിട്ട് വെച്ചല്ലോ. അത് ചിത്ര ചേച്ചിയും ചിത്ര ചേച്ചിയുടെ ഹസ്ബൻഡ് വിജയൻ ചേട്ടനും അവർ രണ്ടുപേരും കാണിച്ച ഒരു നല്ല മനസ്സാണ്. പിന്നെ ഡബ്സിനെ ഞാൻ ഈ അടുത്താണ് പരിചയപ്പെടുന്നത്. എനിക്ക് ഡബ്സിനെ പരിചയപ്പെട്ടപ്പം ഭയങ്കര കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു സ്വഭാവമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് നമ്മളൊരാളെ വെൽക്കം ചെയ്യുമ്പം കംപ്ലീറ്റ് നമ്മളുടെ എക്സ്പെക്ടേഷൻസിനെ ബ്രേക്ക് ചെയ്ത് വേറൊരാളെ നമ്മൾ കാണുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഡബ്സിയുടെ ഒരു ഇഷ്യൂ ഇന്റർനെറ്റിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്താണ് ഞാൻ കോയിൻസിഡന്റ്ലി എന്റെ പാട്ടിന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ കാണുമ്പോ അതിൽ വേറൊരു മൈൻഡ് സെറ്റിലായിരുന്ന ആള്. അപ്പൊ ഞാൻ അധികം ഒന്നും ആളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തില്ല. ഒരു നമ്മൾ ഒരു മിനിമം കേർട്ടസിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരുന്നാ പോരെ, നമ്മളുടെ കാര്യം നടന്നാ മതി. കാരണം ആള് ചിലപ്പോ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് എന്നെ കംപ്ലീറ്റ് മാറ്റി എഴുതിച്ച ഒരു വ്യക്തിയാണ്. വന്ന് വെരി ഡൗൺ ടു എർത്ത്, വെരി ലവിങ്, വെരി അഫെക്ഷനേറ്റ്, വെരി വെരി റെസ്പെക്ട്ഫുൾ. എന്ത് പറയുമ്പോഴും ഹീസ് റെഡി ടു ലേൺ ഇറ്റ് എന്ന് പറഞ്ഞ റെഡി ഫോർ എനി ചേഞ്ച്. അപ്പൊ അതൊക്കെ കൂടി കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഇതെന്താണ്, അപ്പൊ ഒരു ചില സമയത്ത് ചില ആൾക്കാരെ ചില സിറ്റുവേഷൻസ് ആയിരിക്കാം എന്ന് ഞാൻ അത് എല്ലാത്തിനെയും കുറിച്ച് ഒരു ഇൻസൈറ്റ് പെട്ടെന്ന് കിട്ടുക എന്ന് പറയില്ലേ, അത് ശരിക്കും ഞെട്ടിച്ചു. അപ്പൊ ഞാൻ വെച്ചു നമ്മൾ ആരെയും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും സാഹചര്യം ആവാം. അതെ, ഓക്കെ. എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോരോ ഫേസ് അല്ലേ. ഹരിശങ്കർ ഒരു എന്താ പറയണ്ട ജീനിയസ് അല്ലെങ്കിൽ ഒരു ചൈൽഡ് പ്രോഡിജി എന്ന് പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് പിന്നെ വന്ന് ഇത്രയും വലിയൊരു ഔട്ട്പുട്ട് തരുന്ന ഒരു സിംഗർ. ഇന്നത്തെ കാലത്ത് സംഗീതം നന്നായിട്ട് ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ഒരാള് സ്റ്റേജിൽ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ കയ്യിൽ എണ്ണാൻ പറ്റുന്നവരേ ഉള്ളൂ. എല്ലാവരും ഒരു മൂവി സോങ്ങോ അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന കുറച്ച് വിദ്യകൾ കയ്യിലുണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ ഒരു പാട്ടിന്റെ ഇടയിൽ വെറുതെ ഒരാൾക്ക് ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട് ഒരു 16 ബാർ ഇട്ട് കൊടുക്കുകയാണ്. അവിടെ നീ ഓൺ ദ സ്പോട്ട് എന്തെങ്കിലും ഉണ്ടാക്കി പാടാൻ പറഞ്ഞാൽ അങ്ങനെ പാടാൻ പറ്റാവുന്ന വിരലെണ്ണാവുന്ന കുറച്ച് സിംഗേഴ്സിൽ ഒരാളാണ് ഹരിശങ്കർ. അതായത് ബിക്കോസ് ഫൗണ്ടേഷൻ ഇസ് സ്ട്രോങ്. ക്ലാസിക്കലി ഓക്കെ കുറച്ച് ഇൻക്ലൈൻഡ് ആണ് അത്, പക്ഷെ നമ്മളിപ്പോ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയെ കൺട്രോളിൽ കിട്ടാവുന്നേ ഉള്ളൂ. അതുപോലത്തെ ആളാണ് മധു ബാലകൃഷ്ണൻ. നമുക്ക് വെറുതെ ജാം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകം കാണാത്ത മധു ബാലകൃഷ്ണൻ ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഷെയ്ൻ നിഗം ഞാൻ ഒരു റിയാലിറ്റി ഷോയിൽ ഒരിക്കൽ അദ്ദേഹത്തിന് ഡാൻസ് ചെയ്യുന്നത് കണ്ടിരുന്നു ചൈൽഡായിട്ട്. അന്ന് വന്ന് പാട്ടിനാണ് വന്നത്. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു അത് ഡാൻസും ഇതെല്ലാം ഭയങ്കര രസമുണ്ട്, പാട്ട് അത്രയും ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു മോൻ ഡാൻസോ ആക്ടിങ്ങിലോ എന്തെങ്കിലും നോക്കണം, അവിടെയാണ് മോന് കൂടുതൽ ഫ്യൂച്ചർ കാണുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോ പാവം വന്നത് ശരി ശരി എന്നൊക്കെ പറഞ്ഞു പോയി. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നല്ല ഡാൻസർ ആക്ടർ എല്ലാവരും അറിയപ്പോ ഞാൻ അത് അന്ന് പക്ഷെ ഭയങ്കര പ്രൊഡിക്ഷൻ ഒന്നും നടത്തിയല്ല.
അന്ന് ആ ചൈൽഡ് ആയിട്ടിരിക്കുമ്പം പക്ഷെ അവനിലെ കഴിവില് കണ്ടപ്പോ അതിലായിരിക്കും കൂടുതലെന്ന് തോന്നി. അപ്പൊ ഞാൻ ഷെയ്നെ ഒരിക്കൽ എവിടെയോ വെച്ച് ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പം ഞാൻ ചോദിച്ചു ഓർമ്മയുണ്ടോ, ഞാൻ ചോദിച്ചു. കാരണം പുള്ളി 2-3 വർഷം കണ്ടപ്പോ ഇങ്ങനെ അറിയാത്തത് മാതിരി പോയപ്പോ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു ഓർമ്മയുണ്ടോ, അപ്പൊ പുള്ളി പറഞ്ഞു ആ ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്തായാലും നല്ലതുണ്ട്, സന്തോഷമായി കേട്ടിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തു പോയി. ഓക്കെ, ഇനി പൃഥ്വിരാജ്. പൃഥ്വിരാജ് എന്താ പറയാ, അതിപ്പോ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് പറയുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്ക് അറിയാം. എന്നാലും പറയണമല്ലോ. എനിക്ക് എന്റെ ഇൻഡസ്ട്രിയില് മൂവി ഇൻഡസ്ട്രിയില് സിദ്ദിഖേട്ടൻ കഴിഞ്ഞാൽ അത് ഞാൻ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, എന്റെ മനസ്സിൽ ഏറ്റവും ഡിയർ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആവാം ഒരു പക്ഷേ നമ്മൾ തമ്മിൽ എന്തൊക്കെ തന്നെയുള്ള ചർച്ചകൾ വന്നു കഴിഞ്ഞാലും നത്തിങ് ഇസ് അറ്റ് ഹാർട്ട്. മൂവിക്ക് വേണ്ടിയിട്ട് ഹി നോസ് വാട്ട് ഐ എം കേപ്പബിൾ ഓഫ് ആൻഡ് ഐ നോ വാട്ട് ഹി ഈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റ്സ് എ നൈസ് എന്താ പറയാ ടെലിപത്തിക് റിലേഷൻ. പക്ഷെ എന്ന് വെച്ചോണ്ട് നോട്ട് നെസസറി പൃഥ്വിരാജിന്റെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്ന്. അതും ഐ റെസ്പെക്ട് ഹിം അലോട്ട്. പൃഥ്വിരാജിന് ഞാനല്ല വേറെ ആളാണ് തോന്നുമ്പോ ഹി കോൾസ് വേറെ ആരെങ്കിലും. ഓക്കെ, പൃഥ്വിയുടെ ശബ്ദം എന്ന് പറയുന്നതും ഒരു വേറിട്ട ഒരു ശബ്ദം തന്നെയാണ്. പാട്ടിലേക്ക് നിങ്ങൾ ഇപ്പം ദീപകന്റെ വേറെ പാട്ടുകളിലേക്ക് പൃഥ്വി പാടുമ്പോ തന്നെ ഒരു റസ്റ്റിക്കോ ഒരു വേറൊരു ലെവലിലാണല്ലോ പൃഥ്വിയുടെ പാട്ടിന്റെ ആ ഒരു കേൾക്കുമ്പോ തന്നെ നമുക്ക് തോന്നുന്നത്. അതിനെ കുറിച്ചും കൂടെ ചോദിച്ചു കഴിഞ്ഞാലോ? നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ഈ എക്സ്പ്രഷൻ, അത് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി പോലെ തന്നെ ആ ഡയലോഗ്സിൽ വരുന്ന അതേ ഒരു ക്യാരക്ടർ പുള്ളിയുടെ പാട്ടിലുള്ള റസ്റ്റിക് ഈ പറഞ്ഞ സംഭവം ഉണ്ട്. അത് പുള്ളി വെറുതെ പറയുമ്പോഴും പുള്ളി പാടുമ്പോഴും അത് കോമൺ ആയിട്ട് കേൾക്കാം. ദാറ്റ്സ് ഹിസ് വോയിസ്. ഇനി ഞാൻ ഒരാളും കൂടെ ചോദിക്കാണ്, യേശുദാസ്. ദാസങ്കിളിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹം ഒരു സിംഗർ ആയിട്ടല്ല ഞാൻ കാണുന്നത്, ഒരു വഴികാട്ടിയായിട്ടാണ്. അദ്ദേഹം എനിക്ക് ശരിക്കും ഒരു ടീച്ചർ തരുന്ന പല നോളജുമാണ്. അദ്ദേഹം പാടാൻ വന്ന കുറച്ച് സമയത്ത് ഇപ്പൊ ഞാൻ ഈ അടുത്ത എനിക്ക് ഒരു 7-8 പാട്ട് പാടിയിട്ടുണ്ട്. ഓരോ പാട്ടിൽ ഞാൻ ഉണ്ടാക്കുമ്പം കൺസീവ് ചെയ്ത ഒരു എക്സ്പ്രഷനിൽ നിന്നും എത്ര സുപ്പീരിയർ ആയിട്ടാണ് അദ്ദേഹം അത് പാടാൻ വരുമ്പം ചില വാക്കുകൾ ഉച്ചരിക്കുന്ന രീതിയായാലും ചില വാക്കുകൾ ബ്രേക്ക് ചെയ്യുന്ന സ്ഥലമായാലും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പകൽ പൂവേ പൊഴിയാതെ, അപ്പൊ എന്റെ പകൽ പൂവേ എന്ന് പറയുന്ന ആ പൂവേല് നീട്ടം കൂടുതലുണ്ടായിരുന്നു. പകൽ പൂവേ പൊഴിയാതെ എന്നായിരുന്നു. അദ്ദേഹം വന്ന് പാടുമ്പോ എന്റെ അടുത്ത് പറഞ്ഞു പകൽ പൂവേ പൊഴിയാതെ എന്ന് പറഞ്ഞ പകൽ പൂവിനെ അഡ്രസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ പൂവേ എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഹിറ്റ് യു സ്ട്രോങ് എന്ന് പറഞ്ഞ അതിന്റെ ലിറിക്സ്. അപ്പൊ ഞാൻ അതിന്റെ മ്യൂസിക്കാലിറ്റി മാത്രമല്ലേ ആദ്യം നോക്കിയുള്ളൂ. അദ്ദേഹം പറഞ്ഞ ആ വരിക്ക് ആ കൊടുക്കേണ്ട ലെങ്ത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നെഞ്ചത്ത് തെറിക്കുന്നു പറഞ്ഞു. അങ്ങനെ അത് ഒരു പാട്ടിൽ പറഞ്ഞ ഒരു സംഭവം. അങ്ങനെ ഓരോ പാട്ടിന് വരുമ്പം അദ്ദേഹം എനിക്ക് തരുന്ന ഓരോ അറിഞ്ഞോ അറിയാതെയോ ഞാൻ പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാണ് പറയുന്ന ഹോട്ടലിലെ വിദ്യാജി. ഇവർ രണ്ടുപേരും എനിക്ക് ടീച്ചേഴ്സ് ആണ്. നോട്ട് കമ്പോസേഴ്സ് ഓർ സിംഗേഴ്സ്. എത്ര നല്ല ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആയിരിക്കും അല്ലേ ഇതൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും. ഇനി ദീപകേട്ടൻ വിചാരിക്കാതെ മ്യൂസിക് ഡയറക്ടറായ ഒരാളാണ്. സിദ്ദിഖേട്ടൻ അന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ ആ വഴിക്ക് കീബോർഡും വലിച്ചെറിഞ്ഞ് വേറെ ഏതെങ്കിലും വഴിക്ക് പോയേനെ അല്ലേ. അങ്ങനെ സിദ്ദിഖേട്ടൻ കൊണ്ടുവന്ന ഒരാള് എത്തി ഞാനൊരു മ്യൂസിക് ഡയറക്ടറായി, അല്ലെങ്കിൽ ഇതേ ഞാൻ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ എന്ന് പറയുമ്പോൾ അപ്പം മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇന്ന ഒരു ഗായകനെയും കൊണ്ട് എനിക്ക് പാട്ട് പാടിപ്പിക്കണം എന്നൊരു ആഗ്രഹം എന്തെങ്കിലും മനസ്സിൽ പോയിട്ടുണ്ടോ? ഏതൊരു മലയാളിക്കും അന്ന് ഉള്ള ഒരു ആഗ്രഹം തന്നെയാണ് ദാസങ്കിൾ പാടുന്നത്. അത് ഒരു മലയാളിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം വന്നാലേ അതൊരു പാട്ടാവുള്ളൂ എന്ന് ഉള്ളൊരു മൈൻഡ് സെറ്റാണ് എല്ലാവരുടേതും. അതെനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ചിത്ര ചേച്ചി പാടുന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ചിത്ര ചേച്ചി പറഞ്ഞ മാതിരി സ്വന്തം എന്റെ സ്വന്തം ചേച്ചി പോലെയാണ്. കാരണം എനിക്ക് ഓണപ്പാട്ട് തന്നത് ചിത്ര ചേച്ചിയാണ്. ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിലാണ് ഞാൻ ഫുൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ചിത്ര ചേച്ചി പാടുന്ന എന്താ സംശയം, അതൊക്കെ കോൺഫിഡന്റ് ആണ്. പക്ഷെ ദാസങ്കിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ഫീലിംഗ്. അപ്പൊ ശരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അങ്ങനത്തെ ഒരാള് തന്നെ ആണെന്ന് അല്ലേ. ശരി, ഇനി ദീപകേട്ടൻ ഈ അടുത്ത കാലത്ത് ആർക്കോ ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്തുന്നോ മാല വാങ്ങി കൊടുത്തുന്നോ എന്തൊക്കെയോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ടു. ആർക്കായിരിക്കും?
ഓർമ്മയില്ലേ? മാല നിങ്ങൾ ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്ന ആൾക്കാരെ മറന്നു പോവോ? മാല അങ്ങനെ ഞാൻ മാല വാങ്ങി കൊടുത്തു. മോൾ അറിഞ്ഞ അച്ഛൻ ഈടെ അടുത്തൊരാൾക്ക് മാല വാങ്ങി കൊടുത്തു. അതാരത്? ഓർമ്മയില്ല? ആണോ പെണ്ണോ? ആണോ? ആരായിരിക്കും? ഞാൻ കണക്ട് ചെയ്ത് തരാം ഇപ്പൊ വീഡിയോയിലല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? അച്ചടാ നമ്മൾ ആദ്യമായിട്ട് ഒരു ഹിന്ദി പാട്ട് പാടിയിട്ട് അത് വൈറലായത് ഓർക്കുന്നുണ്ടോ ദീപങ്ങള്? ഇന്ന് ഞാൻ ഇട്ടോണ്ട് വന്ന മാല ദീപങ്ങള് നല്ലയാന്ന് പറഞ്ഞപ്പോ തന്നെ പൊട്ടിപ്പോയില്ലേ? അത് കഴിഞ്ഞിട്ട് ദീപങ്ങൾ എനിക്ക് 2 മാല വാങ്ങിച്ചു തന്നില്ലേ? അതെന്റെ ഇപ്പോഴും ഉണ്ട്. ദീപങ്ങൾ എന്നെ എപ്പോഴും പറ്റിക്കാറില്ലേ? അന്ന് നല്ല കമന്റ് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞ ഓർമ്മയുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ദീപങ്ങൾ എങ്ങനെ ഇത്ര നന്നായിട്ട് പാട്ടൊക്കെ കമ്പോസ് ചെയ്യണേ? ഓ ശരിക്കും ആദ്യം ഞാൻ ചോദിച്ചപ്പോ ഒന്ന് ഞെട്ടി. ഈശ്വര, ഞാൻ ആർക്കും മാല വാങ്ങി കൊടുത്ത കാര്യം. ഞെട്ടണമെങ്കിൽ അത് രമ്യ എങ്ങനെ അറിഞ്ഞു എന്ന് ഓർത്തിട്ടായിരിക്കണം. പക്ഷെ ഇത് അങ്ങനെ കൊടുത്തതായിട്ട് ഓർമ്മയില്ലല്ലേ? ഇത് എന്ത് മാലയാണ്, എന്നെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന്. പക്ഷെ ഈ മാല ഓക്കെ ഓർമ്മയുണ്ട്. ഇനിയിപ്പൊ അവളിത് കാണുമ്പോ എന്നാലും ദീപങ്ങൾ മറന്നുപോയപ്പോ എനിക്ക് വാങ്ങി തന്ന മാല എന്ന് പറയും. ഇല്ല, ഞാനത് മിയക്കുട്ടിയുടെ മാല ഞാൻ ഒരിക്കലും ഈ മാലയായിട്ട് മിക്സ് ചെയ്തില്ല. അതാ പറ്റിയത്. അത് മിയക്കുട്ടി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഭയങ്കര ഒരു സ്ഥാനം നമുക്കുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ചില കുട്ടികൾക്ക് ചില ജഡ്ജസിനോട് ഭയങ്കര മനസ്സുകൊണ്ട്. അപ്പൊ ഈ മോൾക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞാലും അതിന്റെ അപ്പുറത്ത് വേറെ ഇല്ല. എല്ലാം മുഖം വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. അത് നമ്മൾ പറയുന്ന മാർക്ക് ഇപ്പം 10ൽ 9 കിട്ടിയ അല്ലെങ്കിൽ 10ൽ 10 കിട്ടിയാലും മിയക്കുട്ടിക്ക് 10 out of 10 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ സങ്കടത്തോടെ നോക്കും എന്നെ. ഞാൻ പറഞ്ഞു മിയക്കുട്ടി 3 out of 10 താങ്ക് യു എന്ന് പറയും. അപ്പൊ ഞാൻ പറയുന്നതിന്റെ മുകളിലാണ് ആ കുട്ടിയുടെ സന്തോഷം. അപ്പൊ അത് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസം കമന്റ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പാട്ടൊക്കെ നന്നായിരുന്നു, എനിക്ക് അത്ര ഇഷ്ടമായില്ല, കാരണം തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനെന്താ ഇപ്പൊ പറയാ, എനിക്ക് അത്ര ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയുടെ മുഖം ആകെ, ഞാൻ പറഞ്ഞത് എല്ലാം പോസിറ്റീവാ പറഞ്ഞത്, പക്ഷെ എന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മോഡുലേഷൻസ് ഒക്കെ ഞാൻ മാറ്റി ഇത് ടെസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഈ കുട്ടി ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെയൊക്കെ നോക്കി നിന്നു. എനിക്കൊന്നും നെറ്റിലുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പല ജഡ്ജസ് മാറി മാറി പറയുമ്പോഴും ഈ കുട്ടി എന്നെ തന്നെ നോക്കുക. അതായത് എന്നാലും എന്താണ് ഇഷ്ടപ്പെടാതിരുന്ന എന്റെ പാട്ടിൽ. കുറച്ച് കഴിഞ്ഞപ്പോ ഒരൊറ്റ കരച്ചില്. അപ്പൊ ശ്രീകുട്ടൻ ചേട്ടൻ എനിക്ക് അപ്പോഴേ തോന്നിയത് കഴിപ്പിക്കും കുട്ടികളെ. അപ്പൊ ഞാനും ആകെ ടെൻഷനായി. അയ്യോ ഇത് എന്താ ഇനിയിപ്പൊ ചെയ്യാ? ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് സ്റ്റേജിൽ ഓടി ഇതിനെ എടുത്ത് പുറത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് കുറെ നേരം ഓന്നൊക്കെ പറഞ്ഞിട്ടത്, പക്ഷെ എന്ത് ചെയ്തിട്ടും കരച്ചിൽ നിൽക്കുന്നില്ല. അപ്പൊ എനിക്കാകെ ടെൻഷനായി. ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, പാവം കുഞ്ഞിന് മനസ്സിലായില്ല. ഞാൻ നല്ല അപ്പൊ മീക്കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു ആ കുഴപ്പമില്ല സാറിന് അത്ര ഇഷ്ടം അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു എനിക്കറിയാം, പക്ഷെ ഇതിപ്പോ എന്താ ചെയ്യാ? എന്നിട്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നടന്നിട്ടൊന്നും ശരിയാവുന്നില്ല. എന്നിട്ട് അവസാനം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് വന്ന് പിന്നെ അത് ശരിയാക്കാൻ എന്തുകൊണ്ട് ഞാൻ എന്റെ വക ഒരു മാല അങ്ങ് വാങ്ങിക്കൊടുത്ത് അതിൽ അവളങ്ങ് ഫ്ലാറ്റ് ആയി. ഓക്കെ, ഇനി ഞാൻ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. അടുത്തത് പിന്നാമ്പുറ കഥകളിലേക്ക്. അതായത് ഞാൻ ഇത് എഗെയിൻ തന്നെ ഓരോരോ പാട്ടുകളുടെ പേര് പറയും. ആ പാട്ടിന്റെ പിറകിൽ നമ്മൾ അധികം എപ്പോഴും ഈ ഇന്റർവ്യൂകളിൽ പറഞ്ഞ സംഭവങ്ങളൊന്നും വേണ്ട. ഇതിന്റെ പിന്നിൽ ഇതുവരേക്കും പറയാത്ത എന്തെങ്കിലും നല്ല കഥകൾ ഉണ്ടെങ്കിൽ പറയണം. ഫസ്റ്റ്, പറയാതെ അറിയാതെ. അതില് കഥകൾ ആക്ച്വലി ഞാൻ പറഞ്ഞ കഥകൾ ആണല്ലേ? അതിനകത്ത് പറയാത്തതായിട്ടൊന്നും, എന്നാൽ അതിന്റെ എന്തെങ്കിലും ഒരു നല്ലൊരു ഓർമ്മ മാത്രം ഒന്ന് പറഞ്ഞു തരാമോ? അല്ലെങ്കിൽ ആ പാട്ട് വന്ന വഴി, മനസ്സിലേക്ക് ആ ട്യൂൺ വന്ന വഴി അത് ഇന്നും ഓർമ്മിക്കുന്നുണ്ടോ? ശരിക്കും നമ്മളിങ്ങനെ ഒരു ട്യൂണിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ആലോചിച്ചിരുന്നാലേ, ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും ദീപക്കട്ടെ ഒരു ട്യൂൺ അങ്ങനെ പെട്ടെന്ന്. എങ്ങനെയാ നിങ്ങൾ ആ ട്യൂണിലേക്ക് എത്തിപ്പെടുക? എനിക്ക് ശരിക്കും എപ്പോഴും തോന്നുന്നു മാജിക്. എനിക്ക് എപ്പോഴും എന്നെ ഇങ്ങനെ എനിക്ക് മനസ്സിലാവാത്തൊരു വഴിയാ അത്. ഇപ്പൊ ഒരു ഹിറ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. അതെങ്ങനെയാ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ, എന്നാലും ഇത് ഇരുന്ന് ആലോചിക്കലല്ലേ? അത് മൈൻഡ് ഹാസ് ടു ബി എന്താ പറയാ പ്യുവർ. ഒന്നാമത് ആ സമയത്ത് വേറെ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പറ്റൂല. അത് ചില സമയത്ത് ചില പെയിൻസ് ചില പാട്ടുകളിൽ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തേക്കാം എന്ന് വെച്ചുകൊണ്ട് എപ്പോഴും ഒരു പെയിൻഫുൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ആവണമെന്നില്ല. പക്ഷെ കഴിയുന്നതും പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ട്രാവൽ ചെയ്ത് പല ഫ്രഷ് എക്സ്പീരിയൻസ്, ഇപ്പം അവിടെ പോയാലേ ഇങ്ങനത്തെ ട്യൂൺസ് ഒക്കെ വരും അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് എവിടെ ഇരുന്നാലും പാട്ട് വരും. എവിടെ ഇരുന്നാലല്ല, എനിക്ക് എന്റെ സ്റ്റുഡിയോയുടെ അകത്ത് തന്നെ ഇരിക്കണം. അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്നാലേ പാട്ട് വരുള്ളൂ. ശരി, അപ്പൊ അങ്ങനെ വന്നൊരു പാട്ടാണ് പറയാതെ അറിയാതെ. ശരി, ഓക്കെ. ഇനി അടുത്തത് ആരാന്നേ.
ആരാന്നേ ആരാന്നേ എന്നുള്ള പാട്ട് ആദ്യം ആരാണ്ട ആരാണ്ട എന്ന് പറഞ്ഞ് ഒരു നാടൻ രീതിയിൽ എഴുതിയ ലിറിക്സ് ആയിരുന്നു. ഓ, അത് പിന്നെ നമ്മള് കുറെ നാള് അത് ആദ്യം കാർത്തിക് ആയിരുന്നു പാടാൻ വെച്ചിരുന്നത്. അതിന്റെ കുറെ സ്റ്റേജസിൽ കാർത്തിക് വന്ന് ട്രാക്കും കാര്യങ്ങളൊക്കെ പാടി അവസാനം അത് ഇറങ്ങുന്നതിന്റെ ഒരാഴ്ച മുമ്പേ ഉണ്ടായ മാറ്റമാണ് ആരാന്നേ ആരാന്നേ എന്നുള്ള ലിറിക്സിലേക്ക് മാറുന്നതും സിംഗർ മാറി ജോബ് കുര്യൻ ആവുന്നതും പിച്ച് പാട്ടിന്റെ മാറ്റി. അപ്പൊ ആ ഒരു മാറ്റം സംഭവിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ഞാൻ റിക്കലക്ട് ചെയ്യുന്നില്ല. പക്ഷെ ആ പാട്ട് ആദ്യം ഉണ്ടായ ശ്രുതിയിൽ നിന്നും പെട്ടെന്ന് ഒരു 5 നോട്ട് 6 നോട്ട് കയറിയപ്പോഴാണ് ഈ ഉള്ള എനർജിയിലേക്ക് വന്നത്. ആദ്യം ആരാണ്ട ആരാണ്ട അത് പിന്നെ മാറ്റി ആരാന്നേ ആരാന്നേ എന്നുള്ള ആ ഹൈയിലേക്ക് പോയി. അത് ജോബ് വന്നപ്പോഴാണ് ജോബിന് ഏറ്റവും കംഫർട്ടബിൾ ആയ പിച്ച്. ആ പാട്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന കുറെ ഇൻസ്ട്രുമെന്റേഷൻ ഒന്നും ഇല്ല. കൊട്ടും അവിടെ മാത്രമേ കോഡ്സ് ഒക്കെ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ഫുൾ സോങ് വെറും അത് മാത്രം. അപ്പൊ ജോബ് വന്നപ്പോ ജോബ് എൻ്റെ അടുത്ത് വെച്ച് സാർ അത് കുറച്ച് കേറ്റാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു കേറ്റാം, എന്ത് പറ്റില്ല, കുറച്ചും കൂടി കേറുകയാണെങ്കിൽ എനിക്കങ്ങ് മനസ്സ് തുറന്ന് പാടാം. മറ്റേത് ലോ പറയുമ്പോ എനിക്കങ്ങ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു എന്നാ കേറ്റി, അതിനത് ഒരു പൊടിക്കും കൂടി കേറാൻ പറ്റുമോ? അതിനെ കേറി 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 ബി വരെയൊക്കെ എത്തി. ഇയില് തുടങ്ങിയ പാട്ടായിരുന്നു. അപ്പോ ഇ ടു ബി എന്ന് പറഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് അരട്ടേബിളിനും കൂടുതൽ കയറി. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് വെച്ച് ജോബ് ഇത് എങ്ങോട്ടായി പോകുന്നത്? പുള്ളി പറഞ്ഞല്ല ഇത് ഓക്കെയാണ്, എനിക്ക് കംഫർട്ടബിൾ, ഇത് ഭയങ്കര കംഫർട്ടബിളാ സാർ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി. പക്ഷെ ആ പിച്ചില് ജോബിന്റെ ശബ്ദത്തിൽ കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പം ഞാൻ തന്നെ ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ സ്കെയിൽ ആദ്യം സെലക്ട് ചെയ്യില്ല. കാരണം ഇത് എനിക്കും കൂടി പാടി കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അതിൽ ഞെട്ടിപ്പോയി കാണും അല്ലേ? ഓ, ബീലൊക്കെ ദീപകേട്ടം പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിപ്പെടുന്നല്ലേ ശ്വാസം അവിടെ. പക്ഷെ പുള്ളി പാടാൻ പറ്റി. ഓക്കെ, പിന്നെ അലകടലായി. അലകടൽ എന്ന് പറയുന്ന പാട്ട് ആക്ച്വലി ഫൈനൽ വരെ അത് ദാസങ്കളായിരുന്നില്ല പാടേണ്ടത്. അത് രമ്യക്ക് അറിയാമായിരിക്കും, നിഖിൽ പാടിയ പാട്ടായിരുന്നു. ആ പാട്ട് അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ നിഖിലിന്റെ ശബ്ദത്തിലാണ് ആ പാട്ട് ക്രൂവിന്റെ മനസ്സിലെല്ലാം ഉള്ളത്. പെട്ടെന്ന് ഈ പാട്ട് മാറി നമ്മൾ സത്യം ഓഡിയോസിന് കൊടുത്തപ്പോ അവരുടെ ഒരു ആവശ്യമായിരുന്നു ദാസങ്കൾ പോലത്തെ ഒരു വോയിസ് വേണം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആ ശബ്ദം വന്നു കഴിഞ്ഞപ്പം ഇനീഷ്യലി സംഭവം നിഖിലിന്റെ ശബ്ദവും ദാസങ്കളുടെ ശബ്ദവുമായിട്ട് ഭയങ്കര സാമ്യം പല സ്ഥലത്തും ഉണ്ടെങ്കിൽ കൂടെ പെട്ടെന്ന് സിംഗർ മാറിക്കഴിഞ്ഞപ്പോൾ ദാസങ്കൾ ആണെങ്കിൽ കൂടെ എല്ലാവർക്കും മനസ്സിൽ ആദ്യം അയ്യോ ഇത് നമ്മൾ ഇത്രയും നാൾ കേട്ടതിൽ നിന്നും മാറി എന്ന് പറഞ്ഞ് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ തുടക്കത്തിൽ കുറച്ച് നെഗറ്റീവ് റിയാക്ഷൻസ് ഒക്കെ വന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് കേട്ട് എല്ലാവർക്കും സെറ്റായി. ആ ഒരു പാട്ടിലാണ് ആദ്യമായിട്ട് യേശുമാമി ദാസേട്ടനും ശ്വേതയും കൂടെ പാടുന്നത് അല്ലേ? അന്ന് അവരുടെ ആ ഒരു ശരിക്കും രണ്ടുപേരുടെയും ആ ഒരു ശബ്ദം എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ച് ഭയങ്കര ഹിറ്റായ ഒരു പാട്ടാണ്. അവരുടെ രണ്ടുപേരുടെയും ശബ്ദം ഒരുമിച്ച് വന്നപ്പോൾ കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ടും അവർ ഒരുമിച്ചൊരു പാട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, അറിയില്ല. ഇല്ല, എന്റെയും അറിവിൽ അവര് തമ്മിൽ പാടിയിട്ടില്ല. എന്തുകൊണ്ട് അത് അറിയില്ല അല്ലേ? ഇല്ല ഇല്ല. പിന്നെ ദാസങ്കള് ഇപ്പൊ കുറച്ച് കുറഞ്ഞല്ലോ, അങ്ങനെ അത്ര റെഗുലർ അല്ലല്ലോ. ആ സമയത്ത് നാട്ടിലുമായിരുന്നു, കുറെ പടങ്ങൾ പാടിയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ദാസങ്കള് കുറച്ച് സ്പേസ് ഇട്ടിട്ട് പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തുടങ്ങിയപ്പം അത് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു പാട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ തന്ന ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? ഞാൻ എങ്ങനെ ഈ പാട്ട് ഉണ്ടാക്കും ഈശ്വരൻ, എനിക്ക് ഒരു രീതിയിലും കിട്ടുന്നില്ലല്ലോ, അങ്ങനെ ഒരു ഈ മൂഡിൽ എങ്ങനെ പാട്ടുണ്ടാക്കാനാണ് അങ്ങനെ ആകെ ആലോചിച്ചത്? ചിലപ്പം ലൂസിഫറിലെ ആ ഒരു ആയിരിക്കും അല്ലേ? അല്ലേ എത്തിക്കുകയും എങ്ങനെ ഞാനൊക്കെ ഇങ്ങനത്തെ പാട്ടുണ്ടാക്കാനാന്ന് വിചാരിച്ച് ചെയ്തത് അത് തന്നെയായിരിക്കുള്ളൂ അല്ലേ? അല്ലേ? ഓക്കെ, ശരി. അടുത്തത് ചിത്തിരിമുല്ലി. ചിരിമണിമുല്ല ചിത്തിരമുല്ല അല്ലേ? ചിരിമണിമുല്ല എന്ന് പറയുന്നത് അഫ്സൽ ആൻഡ് ജ്യോത്സ്ന പാടിയ പാട്ടാണ്. അത് ദിലീപേട്ടന്റെ ആക്ടിങ്ങില്. അപ്പൊ അന്ന് നമ്മൾ ഈ പാട്ട് ഉണ്ടാക്കുന്ന സമയം, അന്ന് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ വെച്ചിട്ടാണ് കമ്പോസിങ് ഉണ്ടായത്. അന്ന് വൈറ്റ് ഫോർട്ട് തുടങ്ങി കുറച്ച് നാളായിട്ട്. അന്ന് സിനിമാക്കാർ ഫുൾ അവിടെയായിരുന്നല്ലോ, വൈറ്റ് ഫോർട്ടിലായിരുന്നു. ഏർലി 2000s. അതെ. അപ്പം അന്ന് ഈ പാട്ടിന്റെ സമയത്ത് ഇവരെല്ലാരും ആ റൂം എന്ന് പറയുന്നത് ഒരു റെക്കോർഡിംഗ് റൂം സ്റ്റുഡിയോ പോലെയായിരുന്നു. കാരണം ആ റൂമിൽ ഞാൻ വന്ന് കമ്പോസിങ് കഴിഞ്ഞ് ട്യൂൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചൂടോടെ മൈക്ക് കണക്ട് ചെയ്യും, അവിടുന്ന് തന്നെ പാടും, എന്നിട്ട് CD ആക്കും, എന്നിട്ട്
തിരുമേനിക്ക് റെഡിയാക്കി കൊടുക്കും. ഡയറക്ടറിന് ഒരു CD കൊടുക്കും. അതായത് ഫൈനൽ അല്ല, റഫ് ട്യൂണിന്റെ. അപ്പോൾ ഇത് കേൾക്കാൻ ആ റൂമിൽ എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് ദിലീപ് ഏട്ടനുണ്ട്. അപ്പോൾ ദിലീപ് ഏട്ടന് എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന പാട്ടിൽ പുള്ളിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര മോഡേൺ ആയി പോവോ. കാരണം പുള്ളിക്ക് കുറച്ച് നാടൻ ഇഷ്ടമുള്ളവരല്ലേ. അതെ. അപ്പൊ ഈ മോഡേൺ ആവുമോ എന്നുള്ള ടെൻഷനിൽ ഇത് കേട്ട് കഴിഞ്ഞ പുള്ളി പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കും, ഇത് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഡബിൾ മൈൻഡിലായിരുന്നു അന്ന്. പക്ഷെ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം നന്നായി. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി ആ പാട്ടില് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സന്തോഷമുള്ളത്, സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, ഒരു മറക്കാൻ പാടില്ലാത്തൊരു സംഭവമുള്ള ആ പാട്ടിന്റെ പൈസ എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന്റെ പ്രൊഡ്യൂസർ പടം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പം അങ്ങനത്തെ ഒരു പാട്ടിന്റെ ആവശ്യം എന്താണ് ആ പടത്തില് എന്നാണ് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്, അല്ല എനിക്ക് പൈസ തരാൻ പറ്റില്ല പാട്ടിന്. ഞാൻ പറഞ്ഞു പാട്ടുണ്ടാക്കി റെക്കോർഡ് പാടിറങ്ങിയില്ലേ, അല്ല ഇപ്പോഴും ഞാൻ പറയുന്നത് ആ പാട്ടിന് ആ പടത്തിന് ആ പാട്ടിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് എനിക്ക് പൈസ തരാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരുന്നു ജീവിതത്തിൽ ശരിക്കും. അതുകൊണ്ട് എനിക്ക് ഇന്ന് അതൊരു സ്പെഷ്യൽ സോങ് ആണ്. ഓ, അത് ഇന്നും ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാവരും സ്വീകരിച്ച ഒരു പാട്ട് തന്നെയാണല്ലോ അത്. അതുകൊണ്ട് എപ്പോഴും അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടും. ആ പ്രൊഡ്യൂസർ ഇന്നും അത് കാണുന്നുണ്ടെങ്കിൽ പുള്ളി അത് ഓർക്കുന്നുണ്ടാവും. ഓക്കെ. പിന്നെ തട്ടുമുട്ടും തട്ടുമുട്ടും താളം ശരിക്കും എന്റെ തലയ്ക്ക് തട്ടിമുട്ടിയ പാട്ടാണ്. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ആ പാട്ട് ഞാൻ എൻ്റെ ലൈവ് ഷോന് പോകുമ്പം ആ പാട്ടിന് ഭയങ്കര ഡിമാൻഡ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പുതിയ മുഖം എന്നുള്ള ഒരു മൂവിയിൽ ശരിയാണ് ഇറങ്ങിയ സമയത്ത് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട് ഹിറ്റായ ഒരു സോങ് ആയിരുന്നു. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായ 2 പാട്ട്, ഒന്ന് പിച്ചവെച്ച നാൾ, മറ്റേത് പുതിയ മുഖം. അപ്പൊ ഈ 2 പാട്ടുള്ള പുതിയമുഖം പൃഥ്വി പാടി. പിന്നെ അതിന് ഒരു പയ്യന്റെ ട്രോൾ ഉണ്ടായിരുന്നു, മറ്റേ ട്രോളല്ല, ഒരു മീൻ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു പയ്യൻ അലറി പാടുന്നത്, അതും ഹിറ്റായി. അപ്പൊ ഇതെല്ലാം കൂടി വന്നുകൊണ്ട് പൃഥ്വിയുടെ ശബ്ദവും ഉണ്ട്, അങ്ങനെ ഒരു കോമഡിയും ഉണ്ട്. അപ്പൊ പുതിയമുഖം ഹിറ്റായി. പിച്ച വെച്ച നാള് ശങ്കർജിക്കും എനിക്കും എല്ലാം അവാർഡ് കിട്ടിയ പാട്ട്, അപ്പൊ അത് ഹിറ്റായി. ഇതെല്ലാം കഴിഞ്ഞ് തട്ടുമുട്ടും. പക്ഷെ തട്ടുമുട്ടുമാണ് പടം ഇറങ്ങിയ ഉടനെ വൈറലായി. കാരണം അന്ന് ഇന്റർനെറ്റിനെക്കാളും കൂടുതൽ ടിവിയില് ഫ്രഷ് സോങ്സ് പറഞ്ഞു വരുമല്ലോ. അപ്പം ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പം കുട്ടികള്, ഇപ്പോഴത്തെ യങ് ജനറേഷൻ, പക്ഷെ ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഈ പാട്ട് സ്കൂളിലിട്ട് അവരുടെ പ്രോംസും പാർട്ടീസിനൊക്കെ ഇതിടുന്ന വീഡിയോസ് പലതും കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ പാട്ട് ഇപ്പോഴത്തെ ജനറേഷന്റെ കുട്ടികളിലും കണക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ബീറ്റോ അപ്പൊ എന്റെ ലൈവ് ഷോന് ഞാൻ നോർമൽ കേസിൽ ഈ പാട്ട് എടുക്കില്ലായിരുന്നു. ഇപ്പൊ ഈ പാട്ട് റീൽസിലൊക്കെ പോപ്പുലർ ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ അതും എടുത്തു. എന്റെ ജാസി ഗിഫ്റ്റ് വന്ന് പാടിയപ്പോ ഭയങ്കര ഇമ്പാക്ട് ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ പാട്ട് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ളത്. ചില പാട്ടുകൾ നമ്മൾ അറിയാതെ തന്നെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റഡ് ആവുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ദീപകേട്ടൻ തന്നെ മനസ്സിൽ മ്യൂസിക് ഉണ്ടാക്കിയപ്പം വിചാരിക്കാതിരുന്ന സൂപ്പർ ഹിറ്റായ ഒരു പാട്ടെന്ന് ചോദിച്ചാൽ അതേതായിരിക്കും? ഞെട്ടിച്ചു കളഞ്ഞ ഒരു ഹിറ്റ് എന്ന് പറയുന്നത്, ഞെട്ടിച്ചു കളഞ്ഞ ഒരു ഹിറ്റ് വേൽമുരുക തന്നെയാണ്. അത് ഞാൻ ഇപ്പോഴും ബിലീവ് ചെയ്യുന്നത് there is some extraordinary power playing behind വേൽമുരുക. കാരണം അത് എൻ്റെ ഒരു സേഫ് ഇതിലുള്ള ഒരു പാട്ടല്ല. കാരണം ഞാൻ അതുവരെ ചെയ്ത പാട്ടുകളിൽ നിന്നും എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ട് അധികം ചിന്തിക്കാതെ പെട്ടെന്ന് ചെയ്തൊരു പാട്ട്. ഇന്നും അത് എല്ലാ എന്റെ ഷോന്ന് മാത്രമല്ല ഗാനമേള ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും ആ പാട്ട്. അപ്പൊ ഞാൻ ഡെഫിനറ്റ്ലി ബിലീവ് ചെയ്യുന്നത് there is some divine power behind the song. ഓക്കേ, ശരി. അടുത്തത് എമ്പുരാനെ. എമ്പുരാനെ പടം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പെട്ടി ലോക്ക് ചെയ്യാൻ നേരത്ത് ഒരു പാട്ടും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ ഇത് എവിടെ കൊള്ളിക്കാനാ, അതാ എൻ ടൈറ്റിൽസിൽ വരാനുള്ള ഒരു പാട്ടാണ്. ഞാൻ പറഞ്ഞു അത് അവസാനം ഉണ്ടാക്കാം, പടം ആദ്യം മിക്സിന് പോട്ടെ, എന്നിട്ട് റീ റെക്കോർഡിങ്ങും പാട്ടും എല്ലാം ചെയ്ത് പടം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാനും അതിന്റെ ഡയറക്ടറും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും മുഖാമുഖം കാണുന്ന ഏക പാട്ടാണ് എമ്പുരാൻ. ബാക്കിയെല്ലാം വാട്സാപ്പിൽ നടന്ന പാട്ടാണ്. ഈ പാട്ടിനാണ് ആദ്യമായിട്ട് പടത്തിൽ കമ്പോസിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് പടം കഴിഞ്ഞതിന് ശേഷം അത് കോമഡി പോലെയായിരുന്നു എമ്പുരാനെ എന്നുള്ളൊരു പാട്ട്. ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അവിടുന്ന് എന്ത് ചെയ്താലും പൃഥ്വി മാറ്റി പിടിക്കും പോരട്ടെ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ എന്ത് മാറ്റി പിടിക്കാനാ, ഇത് ഇനിയിപ്പോ ഒന്നും വരുന്നില്ല, അറിയുന്നതെല്ലാം പടത്തിൽ ഇട്ട് കഴിഞ്ഞു,
പുള്ളി പറഞ്ഞത് നോക്കി എന്തെങ്കിലും വരും. അപ്പൊ ഞാനിങ്ങനെ നോക്കി നോക്കിയപ്പോ പുള്ളിയും മുരളിച്ചേട്ടൻ സംസാരിക്കുന്നതിന്റെ ഇടയില് ഞാൻ ഈ ജൻ 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 ആ സാധനം മാത്രം ഇട്ടപ്പോ പുള്ളി പറഞ്ഞു ജെയിംസ് ബോണ്ട് അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ജെയിംസ് ബോണ്ടോ? അല്ല അത് കേൾക്കുന്ന പോലത്തെ ഒരു സാധനമാണ്, അത് വെച്ച് പിടിച്ചോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അത് ഓക്കെ ആയപ്പോ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 5-10 മിനിറ്റിന്റെ ഉള്ളിൽ ഫുൾ സോങ് ആയി. ഓക്കെ, ആ പാട്ടാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ, ആ പാട്ടാണ് അച്ഛൻ ചേട്ടത്തിക്ക് ഏറ്റവും ഇഷ്ടം. ഒരു ലൈവായിട്ടൊരു പാട്ട് പാടിക്കാതെ സാറിന്റെ ആരാ പാടാൻ പോണേ? പാട്. ഞാനോ? ആ രമ്യ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല.